നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചിങ്ങം 1-ാം തീയതിയാണ്. ഒരു നല്ല ദിവസം, നല്ല തുടക്കം. ഓരോ വർഷ ആരംഭവും നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ ഒരു പ്രതീക്ഷയാണ് ഇന്ന് ലൈഫ് കോച്ച് ഷീജ എന്ന ഈ ഒരു ചാനല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നറിയാമോ? നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കണം. നിങ്ങൾ കോൺഫിഡൻസോടെ നിങ്ങളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി 100% ഏറ്റെടുക്കണം. കാരണം ഞാനൊക്കെ തിരിഞ്ഞു നോക്കിയ ഒരു 19 വയസ്സിൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ കേട്ടുകേൾവി ഇല്ലാത്ത ഒരു വീട്ടിൽ നിന്ന് അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിൾ മാത്രമുള്ള പരാതിയും വിഷമം ഒക്കെ ആയിട്ടിരിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ആ ഒരു സ്ട്രഗിളിന്റെ പരിഹാരമാവണം എന്ന ഒറ്റ ഇന്റൻഷനിൽ എൻ്റെ ജീവിതം തുടങ്ങിയതാണ്. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എന്താണ് ബിസിനസ്, എന്ത് ചെയ്യും, യാതൊരു രൂപവും ഇല്ല, ഭാവവും ഇല്ല, ഒന്നുമില്ല. ജയിക്കുമോ അതും അറിയില്ല. എങ്കിൽ പോലും എൻ്റെ ലൈഫിൻ്റെ ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് ധൈര്യത്തോടെ മുന്നോട്ട് പോയപ്പോൾ സർട്ടിഫിക്കേഷൻ്റെ പുറകെ പോയില്ല, ഡിഗ്രി സർട്ടിഫിക്കറ്റ് വരുന്നവരെ കാത്തിരുന്നില്ല, എപ്പോഴാണ് ഏറ്റവും നല്ല സമയം എന്നും ചിന്തിച്ചില്ല. ഞാൻ എന്നെ തന്നെ വിശ്വസിച്ചു. കോൺഫിഡൻസോടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും എൻ്റെ വർക്ക് ചെയ്യാനും എൻ്റെ ജീവിതത്തിൻ്റെ ഇന്നത്തെ ഈ ഒരു അവസ്ഥയല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എൻ്റെ ലൈഫ്, എൻ്റെ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്നൊരു ചിന്തയാണ് എന്നെ ഈ ഒരു 34 വർഷം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് ഓണറിൽ നിന്ന് ഇന്ന് 30 രാജ്യങ്ങളിലുള്ള അത്രയധികം 10,000 ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു കോച്ചായിട്ട് ട്രാൻസ്ഫോം ചെയ്തത്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ലൈഫ് എളുപ്പമാണോ? നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം ഓരോ വർഷവും ആരംഭിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്ത് ഏറ്റവും നല്ല സമയവും കാത്ത് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ചാനൽ തന്നെ എന്തുകൊണ്ട് ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിലേക്ക് ഏറ്റവും നല്ല എൻ്റെ ലൈഫിൽ പഠിച്ച പാഠങ്ങൾ വന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യണത് എന്തിനാണെന്നറിയാമോ? ഇത്രയധികം ആൾക്കാരെ ഇത്രയും ചെറിയ പൈസയ്ക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണത് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? മെജോറിറ്റി മനുഷ്യരും അവനവൻ്റെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണില്ല. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് അവനവൻ്റെ ജീവിതത്തിൽ ഒന്നും ആയില്ല എന്ന റിഗ്രറ്റിൽ ജീവിക്കുക ചെയ്യണേ. അപ്പം നിങ്ങളുടെ ലൈഫിൽ കോൺഫിഡൻസോടെ നിങ്ങളുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട 12 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണത്. എത്ര പേര് എക്സൈറ്റഡ് ആണ്? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യൂ. കാര്യം എല്ലാവർക്കും ചിങ്ങം 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ദിവസമാണ്. അപ്പോൾ കോൺഫിഡൻസ് എന്ന് തുടങ്ങണം? ഇന്ന് തുടങ്ങണം. അപ്പോൾ എത്ര പേര് ഈ ഒരു വീഡിയോ വളരെ സീരിയസ് ആയിട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് കാണും? അപ്പോൾ അങ്ങനെയാണ് ഒരു പേപ്പറും പേനയൊക്കെ എടുക്കുക. കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 10x ഗ്രോത്തിലേക്ക് പോകാനാണ് ലൈഫ് കോച്ച് ഷീജ നോക്കുന്നത്. 1 മില്യൺ ഫാമിലിയെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആക്കാനായിട്ടുള്ള ഒരു കണ്ടൻ്റാണ് ഞങ്ങൾ ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് സപ്പോർട്ട് വേണം. നിങ്ങളുടെ ജീവിതത്തിൽ ഞാനുമായിട്ട് അത്രയും കണക്റ്റഡ് ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക? എൻ്റെ 1 മന്ത് പ്രോഗ്രാമിലോ 5 ഡേയ്സിലോ വന്ന് തുടങ്ങുക. നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകളുണ്ട്. ഇതിൽ തന്നെ ലിങ്ക് ഇടണുണ്ട്. അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ ഒരു ടീച്ചിങ് സ്റ്റൈല് ക്ലാസ്സുകൾ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും എന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരാം. നിങ്ങൾക്ക് പഠിക്കാം. നിങ്ങളുടെ ജീവിതത്തെ ഗ്രോത്തിൽ നിന്ന് ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ ടീം ഓഫ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനുള്ള 12 കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്ട്രോങ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറാൻ, രൂപാന്തരപ്പെടാൻ നിങ്ങൾ ചെയ്യേണ്ട 12 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്നറിയാമോ? നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു ഇൻറ്റൻഷൻ ബേസ് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അത്രയും ഫിനാൻഷ്യൽ സ്ട്രഗിളുള്ള അത്രയും ബുദ്ധിമുട്ടുള്ളൊരു വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉദ്ദേശിച്ചു എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരിക്കൽ പോലും അവരുടെ ഹോസ്പിറ്റൽ ബിൽ കൊടുക്കാൻ, അവരുടെ ലൈഫിൽ അവരുടെ പ്രയോറിറ്റീസ് ചെയ്യാൻ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരരുത്. ആ ഒറ്റ ഇൻറ്റൻഷനാണ് എൻ്റെ ജീവിതത്തെ മാറ്റിയത്. ഇന്ന് എൻ്റെ മക്കൾക്ക്, എൻ്റെ സ്റ്റാഫിന്, എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ മനുഷ്യരെയും സപ്പോർട്ട് ചെയ്യാനായിട്ടും അവരുടെ ജീവിതത്തെ ഏറ്റവും ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാനും ഒക്കെ എനിക്ക് 34 വർഷം പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, കോൺഫിഡൻസ് ഉണ്ടാക്കണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുക. അത് എങ്ങോട്ടാ പോണേ, എന്തിനാ പോണേ,
ആ ഒരു ലൈഫിന്റെ ഒരു മീനിങ് മനസ്സിലാക്കി എന്താണ് എൻ്റെ ലൈഫിന്റെ പർപ്പസ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, ആ ബോധ്യത്തില് ക്ലാരിറ്റിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലാരിറ്റിയും ഇല്ലെങ്കിൽ ലൈഫിൽ എങ്ങും എത്താൻ പറ്റില്ല. അപ്പൊ ഇത് നിങ്ങൾ വർക്ക് ചെയ്യുക. എന്താണ് നിങ്ങളുടെ ഇന്റൻഷൻ? ചാറ്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യാം. അപ്പൊ അത് മനസ്സിലാക്കുക. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയണതാണ്, നമ്മളുടെ ലൈഫിന് ഒരു ഇന്റൻഷൻ ഉണ്ടാവണം. അത് മറ്റുള്ളവരെ ദ്രോഹിക്കാനോ മറ്റുള്ളവരെ വലിച്ചു താഴ്ത്താനോ അല്ല. നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ അത് വർക്ക് ചെയ്യാം. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനാവാം, ലൊക്കേഷൻ ഫ്രീഡം എടുക്കാനാവാം, എഗെയിൻ ഇമോഷണലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കേപ്പബിൾ ആയിട്ടുള്ള ഒരു ആളായിട്ട് മാറാനാവാം. ആരാവണം? അല്ലെങ്കിൽ ഒരു ഹൗസ് വൈഫ് ആവണം എന്നാവാം, അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമൺ ആവണം എന്നാവാം. എനിത്തിങ് എന്തായാലും നിങ്ങളത് വർക്ക് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്യണം. കാര്യം ഞാൻ എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ സാരീസ് ഒക്കെ എടുത്തിട്ട് വന്നത് ഞാൻ ചുരിദാർ ഇട്ടേക്കണേ. കാര്യം വളരെ ഫാസ്റ്റായിട്ട് വന്നിട്ട് ഇന്ന് 1-ാം തീയതി അല്ലേ, ചിങ്ങം 1 ഇന്ന് വീഡിയോ എടുക്കണമെന്ന് അത്രയും നിർബന്ധമായിരുന്നു. അപ്പോൾ പിന്നെ സാരി എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഒരു ചുരിദാർ ഇട്ട് വന്നിരുന്നു. ചുരിദാർ ഇട്ട് ഭംഗിയുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും നല്ല ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്യുക. ഈ ഡ്രസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ കാണിക്കാനോ ഇമ്പ്രസ് ചെയ്യാനോ ആവരുത് ഡ്രസ്സ് ഇടേണ്ടത്. എന്തിനു വേണ്ടി ഡ്രസ്സ് ഇടണം? നമ്മൾക്ക് വേണ്ടി ഡ്രസ്സ് ഇടണം. നമ്മളുടെ കോൺഫിഡൻസ് കൂട്ടാൻ, നമ്മൾക്കൊരു നല്ലതാണ് എന്ന് ഫീൽ ചെയ്യാൻ, നമ്മുടെ ഓരോ ചുവട് വയ്ക്കുമ്പോഴും നമ്മൾക്കൊരു നമ്മളോടൊരു സന്തോഷം ഉണ്ടാവാൻ, നമ്മളെ കാണുമ്പോൾ നമുക്കൊരു എന്താണ് ഒരു സംതൃപ്തി കിട്ടാൻ, ഞാൻ മിടുക്കിയാണ് എന്ന് എന്നെ തന്നെ ഇമ്പ്രസ് ചെയ്യാനായിട്ടാണ് ഞാൻ ഡ്രസ്സ് ഇടുന്നത്. നിങ്ങളും അങ്ങനെ ചെയ്യാൻ പഠിക്കാം. എവിടെ പോയാലും പവർഫുൾ ആയിട്ടുള്ള ഡ്രസ്സിങ്ങിലേക്ക് മൂവ്. കാര്യം എവിടെ കയറി ചെന്നാലും ആ ആദ്യത്തെ സെക്കൻഡിൽ തന്നെ നമ്മൾ അത്രയും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണ ലെവലിലേക്ക് ഡ്രസ്സ് ചെയ്യുക. അതിന് വലിയ ഭംഗിയുള്ള ബ്രാൻഡഡ് ഡ്രസ്സ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡ്രസ്സിങ്ങിലേക്ക് അതിനാവശ്യമുള്ള എല്ലാ മാച്ചിങ് കാര്യങ്ങളൊക്കെ ഇട്ട് വൃത്തിയായിട്ടും പ്രസൻറ്റബിളായിട്ടും മൂവ് ഔട്ട് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാർഡ്രോബ് ഏറ്റവും നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക. ഈ വാർഡ്രോബിൽ തന്നെ വർക്ക് ചെയ്യുമ്പോഴേ ഒത്തിരി ക്ലോത്തൊന്നും വേണ്ട. ഞാൻ ഒരിക്കലും ഒരു കല്യാണത്തിന് ഇട്ട ഡ്രസ്സ് അടുത്ത കല്യാണത്തിന് പോകുമ്പോൾ റിപ്പീറ്റ് ചെയ്യണതിൽ കുറവൊന്നും കാണാറില്ല. ഞാൻ എല്ലാ സാരീസും റിപ്പീറ്റ് ചെയ്യണ ഒരാളാണ്. അപ്പം നമ്മൾക്ക് കൂടുതൽ ക്ലോത്തൊന്നും വേണ്ട. നമുക്ക് ചേരുന്ന ഡ്രസ്സാവണം, നമ്മൾക്ക് കംഫർട്ടബിൾ ആവണം. എവിടെ ചെല്ലുമ്പോഴും നമുക്കൊരു പോരായ്ക തോന്നരുത്, ഒരു കോൺഫിഡൻസ് തരണ ഒരു ഡ്രസ്സ് ആവണം. അപ്പം ഞാൻ എൻ്റെ വാർഡ്രോബ് എപ്പോഴും എഡിറ്റ് ചെയ്യും. ഏറ്റവും നല്ല ഡ്രസ്സുകൾ ഇടും, എനിക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സുകൾ മാറ്റുമൊക്കെ ചെയ്യും. അല്ലാതെ ഒരു ലെവലിൽ കൂടുതൽ ഡ്രസ്സ് ഹോൾഡ് ചെയ്യാറില്ല. അപ്പോൾ ഇത് വളരെ കരച്ച് നമ്മൾ ഇങ്ങനെ പറയുമല്ലോ, ഇപ്പോൾ റീസൈക്കിൾ ചെയ്ത് യൂസ് ചെയ്യുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പഴയ സാരിക്ക് പുതിയ ബ്ലൗസ് തയ്ക്കുക, മാക്സിമം ഭൂമിക്ക് ഭാരമില്ലാത്ത ലെവലിൽ പോകാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ കഴിഞ്ഞ 6 വർഷമായിട്ട് ഡ്രസ്സുകൾ ഒത്തിരി വാങ്ങണതിനേക്കാളും ഉള്ള ഡ്രസ്സിനെ തന്നെ യൂസ് ചെയ്യാനും ഒരു മിനിമലിസ്റ്റ് ആവാനും ഒക്കെ വളരെ കോൺഷ്യസ് ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലെവലിൽ നിന്നുള്ള വാർഡ്രോബ്സിനെ വളരെ നല്ലത് 1 വർഷമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാത്ത ഡ്രസ്സാണെങ്കിൽ അതിനങ്ങ് മാറ്റുക. കാരണം ഇനി അത് ഇടാൻ പോണില്ല. അപ്പോൾ ഒരു 20% ഡ്രസ്സൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം. അപ്പോൾ നല്ല ഡ്രസ്സുകൾ എടുക്കുക, ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പുറത്തേക്ക് പോകുമ്പോഴാണെങ്കിലും നമ്മൾ എപ്പോൾ ക്യാരി ചെയ്യുമ്പോഴും നല്ല രീതിയിൽ നല്ല സ്പ്രേ യൂസ് ചെയ്യുക. നമ്മൾ ശരിക്കും ഏറ്റവും നല്ല രീതിയിൽ ഒരു സ്മെല്ല് ചെയ്യണം. എങ്ങനെയാവുക, ആളുകൾക്ക് ഒരു അരോചകമാവരുത്. നമ്മളെ കാണുമ്പോൾ ആ റൂമിലേക്ക് കയറുമ്പോൾ തന്നെ, പണ്ടൊക്കെ ഈ ഫോറിൻകാരൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഫീൽ ചെയ്യില്ലേ, അവരുടെ സ്മെല്ല് തന്നെ ഭയങ്കര അടിപൊളിയാണ് അല്ലേ. അപ്പോൾ അതുപോലെ നമ്മൾ എവിടെ ചെന്നാലും നമ്മുടെ പ്രസൻസ് അവർ ഓർത്തിരിക്കുന്ന ലെവലിലേക്ക് പോവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നിയേക്കണേ. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മളുടെ ഇപ്പം പുറത്തൊക്കെ നമ്മൾ നല്ല ഭംഗിയായിട്ടുള്ള ഡ്രസ്സ് ഇടും അല്ലേ, അകത്തിടുന്ന ഇന്നർ വെയേഴ്സ് ഇല്ലേ, അത് ഏറ്റവും വൃത്തിയുള്ള ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യാം. കാര്യം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു, പണ്ടൊക്കെ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ പറയും, ഇന്നർ വെയർ ഏറ്റവും അടിപൊളി ഇടണം. കാര്യം എന്താ പ്രശ്നം എന്നറിയാമോ, നമ്മൾ റോട്ടിലേക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എന്താ വന്നതെന്ന് അറിയില്ല. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോണ്ടി വന്നാൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അപ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സ് യൂസ് ചെയ്യുക, തൊള്ളയുള്ളതൊക്കെ യൂസ് ചെയ്യുക, അത് ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഡ്രസ്സ് വർക്ക് ചെയ്യുക. അഗെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, നമ്മളിപ്പോൾ ഈ മൊബൈൽ ലോകത്താണ് ജീവിക്കണേ. ഈ മൊബൈൽ ലോകത്തിൻ്റെ പ്രശ്നം എന്താ, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും നമുക്ക് നേരെയില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ
കുറെ ദൂരെ ഇരിക്കുന്ന ആൾക്കാരെ വിളിച്ചിട്ട് അവരുടെ സുഖവിവരമൊക്കെ ചോദിക്കും. സ്വന്തം ബെഡേ കിടക്കുന്ന സ്വന്തം ഭാര്യയ്ക്ക് സുഖമാണോ എന്ന് ചോദിക്കാൻ പല ആൾക്കാർക്കും അറിയില്ല. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരാളോട് സംസാരിക്കേണ്ടി വരുമ്പോഴേ നമ്മൾ ആ ഫോണൊക്കെ അങ്ങ് മാറ്റി വയ്ക്കുക, എന്നിട്ട് ഫുൾ അറ്റൻഷൻ കൊടുക്കുക. ഇത് റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്ന ഒരു ചേഞ്ച് ഭയങ്കര. ഞാനിപ്പോൾ ഈ ഒരു 6 വർഷമായിട്ട് ഫോണുകളെ എൻ്റെ ഉപയോഗത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ, അല്ലാതെ ഫോണിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജീവിക്കാറില്ല. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്ര അടിപൊളിയായി, പങ്കാളിയായിട്ട് ബെറ്ററായി, എൻ്റെ എംപ്ലോയീസുമായിട്ട് എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒത്തിരി ചേഞ്ച് കൊണ്ടുവരാൻ എനിക്ക് പറ്റി. അപ്പോൾ ഫുൾ അറ്റൻഷൻ നമ്മൾ ആരുടെ കൂടെയാണോ ഇരിക്കുന്നത് അവരുടെ കണ്ണിൽ നോക്കി അവർ പറയുന്നത് കേട്ട് ഏറ്റവും അവസാനം സംസാരിക്കുന്ന ലെവലിലേക്കൊക്കെ പോകാൻ തുടങ്ങിയ റിലേഷൻഷിപ്പ് പൊടി പൊടിക്കും. അതൊന്ന് ട്രൈ ചെയ്യാം. 7ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, എന്ത് സംസാരിച്ചാലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ അങ്ങ് റിയാക്ട് ചെയ്യരുത്. നമ്മൾ കേൾക്കണം. വളരെ ചിന്തിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളുടെ മറുപടി കൊടുക്കുമ്പോൾ നമുക്ക് ഉറപ്പുണ്ടാവണം. അല്ലാതെ ഒരു ഇമോഷൻ വെച്ചിട്ട് കേൾക്കണ ട്രിഗർ ചെയ്തിട്ട് സംസാരിക്കാൻ പോകരുത്. അത് മണ്ടന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ എന്ത് സംസാരിച്ചാലും ഡെലിബറേറ്റ് ആയിട്ട് സംസാരിക്കുക. ഈ വായിന്ന് പോണ വാക്കില്ലേ തിരിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? വളരെ ചിന്തിച്ച് റെസ്പോണ്ട് ചെയ്യാൻ നമ്മൾ പഠിക്കുക. വളരെ കോൺഫിഡൻസിൽ സംസാരിക്കാനുള്ള ശക്തി നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് കിട്ടും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? പല ആൾക്കാർക്ക് നല്ല ഫ്രണ്ട്സും ഫാമിലി ഈ കണക്ഷൻ ഒന്നും ഉണ്ടാവാറില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? നമുക്ക് ആൾക്കാരുടെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. നല്ല റിലേഷൻഷിപ്പ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ മക്കളാവട്ടെ, പങ്കാളിയാവട്ടെ, എംപ്ലോയീസ് ആവട്ടെ, എല്ലാവരും കോംപ്ലിമെൻ്റ് ചെയ്യാൻ പഠിക്കണം. എല്ലാ മനുഷ്യരും ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്നറിയാമോ? അവരൊരു നല്ല ഡ്രസ്സ് ഇട്ടിട്ട് വന്നാൽ അവരോട് നോക്കിയിട്ട് കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് സന്തോഷം ഉണ്ടാവണമെന്നറിയാമോ? അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് എടുക്കുമ്പോൾ അവരെ അപ്രിഷിയേറ്റ് ചെയ്യുക. വേറെ ആൾക്ക് നല്ല സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അവരുടെ സക്സസ് കണ്ടാലും നമ്മൾ എന്തിനാ ട്രിഗർ ചെയ്യുകയും വിഷമിക്കുകയൊക്കെ ചെയ്യണേ? കാരണം നമ്മളാണ്, നമ്മളൊരു യുണീക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റിയാണ്. വേറെ ആളുടെ സക്സസ്സിൽ അവൻ്റെ സക്സസ് നമ്മുടെ ഉറക്കം കളയുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ആ ഒരു സക്സസ്സിനെ എൻ്റെ ലൈഫിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ അതിൽ ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കി അവരെ പറ്റി മോശം പറഞ്ഞിട്ട് നടക്കണത് ഒരു ധൈര്യവും കോൺഫിഡൻസും ഇല്ലാത്തവർ ചെയ്യണ വൃത്തികെട്ട പണിയാണ്. അപ്പം മറ്റുള്ളവരുടെ സക്സസ്സിൽ അത് ഇൻസ്പയർ ചെയ്യുക, അവരെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പഠിക്കുക, ജെന്യുവിനായിട്ട് അവരെ അങ്ങ് ബ്ലെസ് ചെയ്യുക, ലൈഫ് മാറും. ഇത് ഭയങ്കരമായിട്ട് മാജിക്കൽ ചേഞ്ച്. എൻ്റെ ക്ലാസ്സിലൊക്കെ വരുന്ന ആൾക്കാർ ഞാൻ അവർ ഓരോ ദിവസവും പ്രാക്ടീസ് തന്നെ ചെയ്യിക്കും. അപ്പോൾ ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഓരോ ക്ലാസ്സുകളിലും അത്ര അധികം ആൾക്കാരാണ് വരുന്നത്. അവരുടെ ലൈഫിൽ ഒരു മക്കൾ അമ്മയ്ക്ക് ഫീസ് കൊടുത്തു കൊണ്ടുവരും, എഗെയിൻ അമ്മായിയമ്മേനെ മരുമകൾ കൊണ്ടുവരും. എൻ്റെ ക്ലാസ്സുകൾ അത്രയും രസമാണ്. കാരണം എന്താ, ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള എൻ്റെ ആൾക്കാർ എൻ്റെ ക്ലാസ്സുകളിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ വരണം എന്താണെന്നറിയാമോ? അവരുടെ കുടുംബം തന്നെ മാറുന്ന ലെവലിലേക്ക് അത്രയും ട്രാൻസ്ഫോർമേഷനാണ് സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് ലൈഫിൽ സ്റ്റക്കാണ്, പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് ആരെയും അങ്ങനെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ 1 മന്ത് പ്രോഗ്രാമിൽ വരിക. അത്രയും ചേഞ്ചസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ അത് സഹായിക്കും കേട്ടോ. പിന്നെ 9ാമത്തെ കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പഠിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? എല്ലാവരെയും റെസ്പെക്റ്റ്ഫുള്ളായിട്ട് കാണാൻ പഠിക്കുക. ചില ആൾക്കാരുണ്ടേ കാശുണ്ടെങ്കിൽ ഉണ്ടല്ലോ ബെൻസിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര റെസ്പെക്റ്റാണ്. പക്ഷേ ഈ ഒരു പരിപാടിയില്ലേ ഭയങ്കര മോശമാണ്. ഞാനിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ഞാനൊരു 10-21 വണ്ടികൾ ഇപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ട്, മൾട്ടിപ്പിൾ വണ്ടികൾ. അപ്പോൾ ഈ ബെൻസ് ഏറ്റവും അവസാനം മേടിച്ചത് വാഗ്നറാണ്. വാഗ്നർ അല്ല, വോക്സ് വാഗനാണ്. അപ്പോൾ ഈ മേഴ്സസ് ബെൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ കണ്ടൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ അതിന് അപ്പോൾ ഫോർച്യൂണർ ഉണ്ട്, ഒരു അക്കോർഡ് ഉണ്ട്, ഇങ്ങനെ മൾട്ടിപ്പിൾ വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ബെൻസിൽ പോകാൻ തുടങ്ങിയപ്പോഴേ പല ഷോപ്പിലേക്ക് ചെല്ലുമ്പോഴും ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ലേ, ഭയങ്കര വ്യത്യാസം. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ഒരാളുടെ എവിടത്ത് കയറി വരുന്നു എന്നുള്ളത് കണ്ടിട്ടല്ല നമ്മളവരെ റെസ്പെക്ട് ചെയ്യേണ്ടത്. അവരെത്ര കാശില്ലാത്ത ഒരാളായിരിക്കാം, പവർ ഇല്ലാത്ത ഒരാളായിരിക്കാം, ഇതൊക്കെ വന്നാലും നമ്മൾ ഓരോ മനുഷ്യരായിട്ട് കാണണം. ഒരു പദവി നോക്കിയിട്ടോ അവർ വന്ന കാറ് നോക്കിയിട്ടോ ഒരു മനുഷ്യരെ ട്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ക്യാരക്ടർ ഇല്ലാത്ത ആൾക്കാർ മാത്രമേ ചെയ്യുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെല്ലാവരും ഒരുപോലെ കാണുക, പൊസിഷൻ നോക്കിയിട്ടല്ല. ഏതൊരു മനുഷ്യനും അവന് റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാ ആൾക്കാരെയും റെസ്പെക്റ്റ് ചെയ്യുക. അതൊരു കുഞ്ഞു കൊച്ചാണെങ്കിലും വയസ്സായ ഒരാളാണെങ്കിലും എല്ലാവർക്കും ഒരാദരവ് കൊടുക്കുക. ഈ ഒരു സ്വഭാവം നമ്മൾ കൊണ്ടുവന്ന നമ്മളെ പല ആൾക്കാരും ബഹുമാനിക്കാനും നമ്മളെ കൂടെ നിർത്താനും നമ്മളുടെ കൂടെ ലൈഫ് ലോങ് അവരുണ്ടാവാനും ഈ ഒരു കുഞ്ഞ് ആക്ഷന് പറ്റും. അപ്പം ഇത് നിൽക്കുക. അപ്പം ഏറ്റവും താഴ്ന്ന രീതിയിൽ വരുമാനത്തിലോ ഒക്കെ ഒന്ന് താഴ്ന്ന ബന്ധുക്കളൊക്കെ ഉണ്ടാവും. അപ്പം അവരെ പുച്ഛിക്കരുത്. അവരെ ഏറ്റവും നല്ല രീതിയിൽ അപ്ലിഫ്റ്റ് ചെയ്യുക. കാരണം എന്താ, നമ്മൾക്ക് ഇന്നുള്ള ഈ ഒരു ഭാഗ്യം ദൈവത്തിന് ഒരു സെക്കൻഡ് വെച്ചിട്ട് എടുത്തുകൊണ്ട് പോവാം. അപ്പം ഇതിൽ നമ്മൾ അഹങ്കരിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എന്താ, ഒരു ദിവസം കൊണ്ട് തന്നെ ഇതൊക്കെ തിരിഞ്ഞും പോവാം. അപ്പം എല്ലാ ആൾക്കാരോടും ഉള്ള കാണിക്കേണ്ട ഒരു മനോഭാവം എപ്പോഴും ഒരു റെസ്പെക്ട്ഫുൾ ആവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമ്മൾ നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുക. പല മനുഷ്യരും മക്കളുടെ ഫീസ് കൊടുക്കാൻ, മക്കൾക്ക് ഷൂസ് മേടിച്ചു കൊടുക്കാൻ, അവർക്ക് 2 വീട് വെച്ച് കൊടുക്കാനൊക്കെ എല്ലാവരും ട്രൈ ചെയ്യും. കാര്യം എന്താ, എൻ്റെ മക്കൾ കഷ്ടപ്പെടരുത്, അവരെ ഏറ്റവും നല്ല നിലയിലാക്കണം. ഇങ്ങനെ പറയുന്ന ആളുകൾ അവനവൻ്റെ സെൽഫ് കെയർ, അവനവന് നല്ലൊരു ഡ്രസ്സ് ഇടാൻ, അവനവന് വേണ്ടി ഒരു കോഴ്സ് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയിട്ട് ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ, അല്ലെങ്കിൽ നമ്മളൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒന്ന് ഫേഷ്യൽ ചെയ്യാൻ, പെഡിക്യൂർ ചെയ്യാൻ, മാനിക്യൂർ ചെയ്യാൻ, നല്ല ഡ്രസ്സ് ഇടാൻ, നല്ലൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഒരു ഭക്ഷണം കഴിക്കാൻ, നല്ലൊരു സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ ഒരു കോഴ്സ് എടുക്കാൻ, കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കാൻ, അല്ലെങ്കിൽ അവനവന് വേണ്ടിയിട്ട് കുറച്ചു നേരം വെറുതെ ഇരിക്കാൻ നമ്മൾ ചെയ്യാറുണ്ടോ? ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾക്ക് പ്രയോറിറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. ഇപ്പം എൻ്റെ ക്ലാസ്സിലൊക്കെ വരുമ്പോഴാണ് പല മനുഷ്യരും പറയുക, എൻ്റെ മാം 50 വയസ്സായി, 60 വയസ്സായി, 68 വയസ്സായി, ഇപ്പോഴാണ് മാം ഇതൊക്കെ പഠിക്കുന്നത്, താങ്ക് യു എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പം ഇതൊരു സെൽഫിഷ്നെസ് അല്ല. നമ്മളെ ഏറ്റവും പൊക്കിക്കൊണ്ട് പോകേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പം നിങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി 100% എടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ, നമ്മളെപ്പോഴും നെഗറ്റീവായിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് അകന്ന് നിൽക്കുക. കാരണം നെഗറ്റീവ് ആൾക്കാർ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഒരിക്കലും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹൈ എനർജികൾ, ഇപ്പോൾ എൻ്റെ പ്ലാറ്റ്ഫോമിലൊക്കെ പഠിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. 30 കൺട്രിയിൽ നിന്നാണ് ഇപ്പോൾ സ്റ്റുഡൻസ് ഉള്ളത്. അതും ഹൈലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, 2 കോടിയൊക്കെ ഇൻകം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, ബിസിനസ്സുകാരുണ്ട്, ഹ്യൂജ് ഇൻകം ഉണ്ടാക്കുന്ന ബിസിനസ്സുകാരൊക്കെ ഈ കമ്മ്യൂണിറ്റിയിലുണ്ട്. പക്ഷേ ഹൗസ് വൈഫ്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി വന്ന് അവർ വളരെ പോസിറ്റീവായിട്ടുള്ള ആൾക്കാരോട് ഇടപഴകാൻ തുടങ്ങുകയും അവരുടെ ജീവിതത്തിൻ്റെ ആ ബ്ലെയിം ഗെയിം നിർത്തിയിട്ട് അവർ ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ലൈഫിൽ തന്നെ വ്യത്യാസം എത്തുന്നറിയുമോ, ഭയങ്കര ചേഞ്ചസ് ആണ്, ട്രമൻഡസ് ചേഞ്ചസ്. പല ഹൗസ് വൈഫ്സും ഇന്ന് ബിസിനസ് ഓണേഴ്സ് ആയിട്ടുണ്ട്. അവർ ലക്ഷ്യങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന ലെവലിലേക്ക് മൂവ് ഔട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ വീട് മാറിയിട്ടില്ല, ഭർത്താവ് മാറിയിട്ടില്ല, മക്കൾ മാറിയിട്ടില്ല, ഒന്നും മാറിയിട്ടില്ല. പക്ഷെ അവരുടെ വരുമാനം മാറി, അവരുടെ ഐഡൻറ്റിറ്റി മാറി, അവരുടെ ആറ്റിറ്റ്യൂഡ് മാറി. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആൾക്കാരുടെ അടുത്തുനിന്ന് മാറി നിൽക്കുക. ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് എന്താണ്, പ്രൈവറ്റ് ആക്കി വെക്കുക. നമ്മളുടെ ഗോൾസ് കൊണ്ട് സോഷ്യൽ മീഡിയ ഇടുക, നമ്മൾക്കൊരു കാറ് മേടിച്ചാൽ അത് സോഷ്യൽ മീഡിയയിലിട്ട് ആഘോഷിക്കുക. നമ്മുടെ ജീവിതം എല്ലാം ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കാനുള്ളതല്ല. ചില കാര്യങ്ങൾ പ്രൈവറ്റായിട്ട് വെക്കുക. എല്ലാ സന്തോഷമായാലും സങ്കടമായാലും അവിടെ കൊണ്ട് എഴുതണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പം ഇത് ഭയങ്കരമായിട്ട് പഠിക്കുക. അവനവൻ്റെ ലൈഫിൽ അവനവൻ്റെ കാര്യങ്ങൾ പ്രൈവറ്റാക്കി വെക്കേണ്ട കാര്യങ്ങൾ പ്രൈവറ്റാക്കി വെക്കാൻ പഠിക്കുക. ഇത്രയൊക്കെ ചെയ്താലുണ്ടല്ലോ ലൈഫ് അടിപൊളിയാവും. കാര്യം എന്താണ്, നമ്മളെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി എടുക്കണു. ഓരോ ദിവസവും ഇന്നലത്തെ ഷീജയിൽ നിന്ന് ഇന്നത്തെ ഷീജ 1% പുരോഗതി എടുക്കാൻ തീരുമാനിച്ച് അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി എടുത്ത് മുന്നോട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഏതവസ്ഥയിൽ നിൽക്കുന്ന ഒരാളാണേലും അവൻ്റെ ലൈഫ് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുത്തുമ്പോൾ ലൈഫ് അടിപൊളിയാവും. അപ്പം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയായിട്ട് മാറണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്കിൽഡായിട്ട് ഹൈ ഇൻകം സ്കില്ലുള്ള ഒരാളായിട്ട് മാറണം. ഹെൽത്ത്, റിലേഷൻഷിപ്പ്, കരിയർ, മണി, ഈ 4ലും ഒരു വർക്ക് ലൈഫ് ബാലൻസോടെ ജീവിക്കണം. ഒരു അബണ്ടൻ്റ് ലൈഫിലേക്ക് പോകണം എന്നൊക്കെ ഉണ്ട്. എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ ഒന്ന് സോൾവ് ചെയ്യണം, എനിക്കൊരു സപ്പോർട്ട് വേണം എന്നുണ്ടെങ്കിൽ ലൈഫ് കോച്ച് ഷീജയിലേക്ക് വരാം. നിങ്ങൾക്ക് സപ്പോർട്ട് തരാനും നിങ്ങളെ ഹാൻഡ് ഹോൾഡ് ചെയ്യാനും
ഞങ്ങളെല്ലാവരും പ്രതിജ്ഞാബദ്ധരായിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രോഗ്രാംസിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കുറേ അധികം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾ ആ ഒരു പാസിൽ തന്നെ കിടക്കുവാണ്, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, കുറേ ഓവർ തിങ്കിങ്ങും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഈ കാണുന്ന മെസ്സേജ് ചെയ്യാം. നിങ്ങൾക്ക് നമ്മളുടെ കൗൺസിലറുമായിട്ട് സപ്പോർട്ട് എടുക്കാം. നിങ്ങളുടെ ജീവിതത്തെ ഒരു 10x ഗ്രോത്തിലേക്ക് പോകാൻ, ഒരു ഫ്രീഡമുള്ള ലൈഫ്, ഫിനാൻഷ്യൽ ഫ്രീഡമുള്ള ഒരു ലൈഫ് ജീവിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റിയിലേക്ക്, മൾട്ടിപ്പിൾ ഇൻകത്തിലേക്ക് ബിൽഡ് ചെയ്യാനായിട്ടുള്ള സ്കിൽ സെറ്റൊക്കെ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ടീം ഓഫ് പാനൽ ഓഫ് എക്സ്പെർട്ടൈസ് ഒക്കെ കാത്തിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം എല്ലാവർക്കും ഇന്ന് ചിങ്ങം 1 അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് തന്നെ ഓണത്തിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുവാണ്. ഹാപ്പി ഓണം അഡ്വാൻസ് ആയിട്ട് പറയുന്നത്. കാര്യം നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ അടുത്തൊരു ഓണക്കാലം ആകുമ്പോൾ നിങ്ങളുടെ വരുമാനത്തിൽ മാസീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ, നിങ്ങളുടെ ഹെൽത്തിനെയും റിലേഷൻഷിപ്പിനെയും കരിയറിനെയും മണീനെയും ഒക്കെ എല്ലാത്തിനെയും ഒരു വർക്ക് ലൈഫ് ബാലൻസിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. ടേക്ക് കെയർ.